നടൻ വിനായകനെ അഞ്ചാലുംമൂട് പോലീസ് കൊല്ലത്ത് അറസ്റ്റ് ചെയ്തു. വിനായകനെ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി. തേവള്ളിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇയാൾ താമസിക്കുകയാണ്. ഒരു സിനിമാ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇയാൾ വന്ന് താമസിക്കുന്നു. കഴിഞ്ഞ ദിവസം അവിടെ മദ്യപിച്ച് ഹോട്ടലിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി. ആ ജീവനക്കാരെ അടിക്കാൻ പോയി. ജീവനക്കാരുമായിട്ട് വഴക്കുണ്ടായി. അവർ ഇയാളുമായിട്ട് ഉന്തും തള്ളുവായി. വളരെയധികം അക്രമാസക്തനായി വിനായകൻ. പോലീസ് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തു. പോലീസിൻ്റെ അടുത്ത് തട്ടിക്കയറി. എന്തിനാണ് എന്നെ പിടിച്ചതെന്നായി. അയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു. അഞ്ചാലുംമൂട് പോലീസ് ഏതായാലും അയാളെ കസ്റ്റഡിയിലെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് മെഡിക്കൽ പരിശോധനയും നടത്തി. കെട്ട് കുറഞ്ഞപ്പോൾ ഇയാളെ ജാമ്യത്തിൽ വിട്ടു. സിനിമ ഷൂട്ടിങ് മുടങ്ങരുതല്ലോ. ഇയാൾ 2 ആഴ്ചയായിട്ട് ആ 5 സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇതുപോലെയുള്ള കുറേ സിനിമാക്കാർ കേരളത്തിലുണ്ട്, മദ്യപിച്ചും ലഹരിയുടെ പുറത്തും അഭിനയിക്കുന്നവർ. വിനായകന് കൂടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു നടനാണ്. പോലീസ് അവരുടെ സിനിമാ മോഹവും സിനിമാ അഭിനയവും ഒന്നും പോലീസ് വിചാരിച്ചാൽ നിർത്താൻ കഴിയില്ല. അതിന് അവരുടെ പുറകെ പണം മുടക്കാനൊക്കെ ആൾക്കാർ ധാരാളം പേരുണ്ട്. പക്ഷേ പോലീസിന് അതിശക്തമായ നടപടി എടുക്കാതിരിക്കാൻ ഒക്കില്ല. തേവള്ളി ഹോട്ടലിലുണ്ടായ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമാണ്. അയാൾക്കെതിരായിട്ട് എന്ത് വകുപ്പ് വെച്ചെന്ന് എനിക്കറിയില്ല. മെഡിക്കൽ പരിശോധന നടത്തിയിരിക്കുന്നു. ഏതായാലും പോലീസ് ആക്ടിനകത്ത് 118A എന്നൊരു വകുപ്പുണ്ട്. 3 വർഷം വരെ ശിക്ഷ ഉണ്ടാവും. ആ സെക്ഷൻ അനുസരിച്ച് കേസ് എടുക്കണം ഇയാളുടെ പേരിൽ. കാരണം ഇയാൾ കൂടെ ഇതുപോലെയുള്ള സംഭവങ്ങൾ പല സ്ഥലത്തും കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. എറണാകുളത്ത് ഇയാൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അവിടെ ആ ഫ്ലാറ്റിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വിവസ്ത്രനായി നിന്ന ഒരു സംഭവമുണ്ട്. അതിന് അടുത്തുള്ളവർ അത് കാണുകയും പിടിക്കുകയും ചെയ്ത് പോലീസ് വന്നു ഇയാളെ കൊണ്ടുപോയി. അതിനും ഒരു കേസ് എടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ലാറ്റിലെ കേസിന് 119 പോലീസ് ആക്ട് അനുസരിച്ച് കേസ് എടുക്കണം. അത് 3 വർഷത്തെ തടവാണ്. ഇപ്പോൾ ഈ തേവള്ളിയിലെ ഉണ്ടായ സംഭവത്തിന് തീർച്ചയായിട്ടും 118A അനുസരിച്ച് കേസെടുക്കുക. അതും ഒരു 3 വർഷത്തെ തടവുണ്ടാവും. ഇതിനു മുമ്പ് ഇയാൾ എറണാകുളത്ത് പല സ്ഥലത്തും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഊരുന്നത് ഒരു നടൻ എന്ന രീതിയിൽ ആരെങ്കിലും വന്ന്, അല്ലെങ്കിൽ സിനിമാ പ്രൊഡ്യൂസറോ ഡയറക്ടറോ വന്ന് ഇയാളെ ജാമ്യത്തിൽ കൊണ്ടുപോകുന്നു. ഇതിനി വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. പോലീസ് ഇയാൾ കൂടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇയാളൊരു മിസ്കോണ്ടക്റ്റ് കാണിക്കുന്നുണ്ട്. അത് സമൂഹത്തിന് നല്ലൊരു മെസ്സേജല്ല കൊടുക്കുന്നത്. ഇയാളുടെ പുറകെ പോലീസ് നടക്കണം. അതേസമയത്ത് ജാമ്യത്തിൽ വിടണം. എന്തിനാണ് തന്നെ പിടിച്ചതെന്നൊക്കെയുള്ള വിശദീകരിക്കണം ഇയാളുടെ മുമ്പിൽ. കുടിച്ച് മദ്യപിച്ച് കൂത്തായ കാര്യം അയാൾ മറന്നു പോകുന്നു. അതുകൊണ്ട് ഇയാൾക്കെതിരായിട്ട് ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തി പോലീസ് RDO കോടതിയിൽ അയാളെ ഹാജരാക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇയാൾക്കെതിരായിട്ട് തീർച്ചയായിട്ടും പോലീസിന് നടപടിയുണ്ട്. സിനിമാ നടൻ എന്ന ആ ഒരു പേരിൽ ഇയാൾ രക്ഷപ്പെട്ടു പോവുകയാണ്. BNS പഴയ 129E പ്രകാരം RDO കോടതിയിൽ ഇയാൾക്ക് ഒരു ഗ്യാരണ്ടി വാങ്ങിക്കണം. ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തി ഇയാളെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അതിനി മടിക്കരുത്. അത് കൊല്ലത്തെ അല്ലെങ്കിൽ തേവള്ളിയിലെ സംഭവത്തിന് അഞ്ചാലുംമൂട് പോലീസോ എറണാകുളത്തെ പോലീസോ ആർക്ക് വേണമെങ്കിലും നടപടി എടുക്കാം. 3-4 കേസായി ഇയാൾക്കെതിരായിട്ട്. അതുകൊണ്ട് ഇയാളിൽ നിന്ന് ഒരു ഗ്യാരണ്ടി RDO കോടതിയിൽ നിന്ന് വാങ്ങണം. അത് 129E പ്രകാരം കൂടെ ക്രമസമാധാന നില ഇയാൾ ലംഘിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാളെ അങ്ങനെ വിടാൻ ഒക്കില്ല. അതിനി ക്ഷമിക്കാൻ കഴിയില്ല പൊതുജനത്തിന്. എന്നിട്ട് ഇയാൾ പലരും വന്ന് കെട്ടുവിട്ട് കഴിയുമ്പോൾ പോയി കാല് പിടിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഇയാൾ എന്തിനാണ് മലയാള സിനിമ ചുമക്കുന്നത്? മലയാളികൾ ചുമക്കുന്നത് എന്താണ്? കൂടെ പോലീസിന് എൻ്റെ ഒരു ഡ്യൂട്ടിക്ക് ഭാഗമായി ഇയാളുടെ അടുത്ത് പോകേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ 100 ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്ന ഇയാൾക്കെതിരായിട്ട് കൃത്യമായ നടപടി, അടുത്ത നടപടിയിലേക്ക് പോലീസ് പോകണം എന്നാണ് ഞാൻ കരുതുന്നത്.